ADGP MR അജിത് കുമാറിനെ പരിഹസിച്ച് CPI മുഖപത്രത്തിൽ ലേഖനം. കലക്കാതെ കലങ്ങുന്ന നേർച്ചുഴിയെ പോലെ എന്നും പരിഹാസം. അജിത് കുമാറിന് തമ്പുരാനെന്നും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിലെ റിപ്പോർട്ട് തട്ടിക്കൂട്ടലെന്നും വിമർശനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, ജനയുഗത്തിൽ ഏത് തരത്തിലാണ് ADGP MR അജിത് കുമാറിനെതിരായ വിമർശനം? KP ജനയുഗം CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലെ പരിഹാസപന്ധിയായ വാതിൽപ്പഴിയിലൂടെ എന്ന ഇതിലാണ്, കോളത്തിലാണ് ദേവിക എന്ന തൂലികാ നാമത്തിൽ അവിടുത്തെ ഒരു ലേഖകൻ ഇപ്പോൾ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് ഈ ലേഖനം, ആ കോളം പ്രസിദ്ധീകരണം നടത്തിയിരിക്കുന്നത്. ആദ്യ പാരഗ്രാഫ് തൃശൂർ പൂരത്തെ പറ്റിയും, രണ്ടാമത്തെ പാരഗ്രാഫ് തിരുപ്പതിയിലെ ലഡുവിനെ പറ്റിയും, അതുപോലെ തന്നെ മൂന്നാമത്തെ ലേഖനം എന്ന് പറയുന്നത് കേരളത്തിലെ വാഹന അപകടങ്ങളെ പറ്റിയുമായിരുന്നു. പക്ഷേ അതിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അജിത് കുമാറും ഓടുന്ന കുതിരയും എന്നതാണ്. നാട്ടിൻപുറത്തെ ഒരു ചൊല്ലുപോലും, പഴഞ്ചൊല്ല് പോലും ആ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത്, അജിത് കുമാറിന്റെ ലേഖനം തീരുന്ന അവസാനത്തെ പാരഗ്രാഫിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ ലേഖനത്തെ എഴുതുന്നത്. അതിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ADGP MR അജിത് കുമാർ സമർപ്പിച്ച തൃശൂർ പൂരവുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ കടുത്ത വിമർശനമുള്ള CPIയുടെ ഒരു ഐഡിയോളജി തന്നെയാണ് അവരുടെ പാർട്ടി പത്രത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് തൃശൂർ പൂരം കലക്കുന്നതുമായി സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷണം അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ആൾ തന്നെ അന്വേഷണം നടത്തി അയാൾക്ക് രക്ഷപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന തരത്തിലാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. തന്നെ കലങ്ങാതെ കലങ്ങുന്ന നീർച്ചുഴിയെ പോലെയാണ് പൂരമെന്നതാണ് അജിത് കുമാർ തമ്പുരാന്റെ കണ്ടുപിടുത്തമെന്ന ഒരു പരിഹാസം കൂടി അതിൽ പറയുന്നുണ്ട്. അതിൽ മറ്റൊരു ഭാഗത്ത് അതിൽ എഴുതി വെക്കുന്നത് പോലെ തന്നെ പൂരം കലക്കൽ വേളയിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. കലക്കൽ പ്രതിഷേധിക്കുന്ന ഭക്തജനങ്ങൾക്കിടയിൽ അജിത്ത് അഭിസംബോധന ചെയ്യുന്നു നിൽക്കുന്ന ചിത്രമാണ്. ചാരനിറത്തിലുള്ള ഷർട്ടുധാരി, ഇരു കൈകളുമെല്ലാം രോഗരക്ഷകനായ കർത്താവിനെ പോലെ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന മട്ടിൽ താനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിലാണ് ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന എന്ന ഒരു കളിയാക്കൽ കൂടി ഇപ്പോൾ അതിൽ പറയുന്നുണ്ട്. എന്തായാലും നാണം കെട്ട റിപ്പോർട്ടാണ് MR അജിത് കുമാർ സർക്കാരിന് മുമ്പിൽ ADGP സമർപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ജനയുഗത്തിൽ പറയുന്ന ഈ ലേഖനത്തിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ജനയുഗത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെ പ്രകാശ് ബാബു തന്നെ ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നത് ഒരന്വേഷണ വിധേയമായി നിൽക്കുന്ന ഒരാൾ, ഒരു ഉദ്യോഗസ്ഥൻ, അത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുന്നത് തന്നെ അത്ര ഭൂഷണകരമായ കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CPIയുടെ മുഖപത്രത്തിൽ വീണ്ടും വീണ്ടും അജിത് കുമാറിനെതിരെ ലേഖനം വരുന്നത് അത് CPIക്ക് എത്രമാത്രമാണ് ഈ കാര്യത്തിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ എത്രമാത്രമാണുള്ള വിമർശനം. CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജിലൻസ് അന്വേഷണം സുതാര്യമല്ല എന്നുള്ള വിമർശനം തന്നെയാണ് വരുന്നത്. ADGPയെ, ക്രമസമാധാന ചുമതലയുള്ള ADGP ആ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യമാണ് CPI നേതൃത്വം മുന്നോട്ട് വെച്ചത്. പക്ഷേ മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ല. പക്ഷേ മുഖം രക്ഷിക്കാരെന്ന രീതിയിലുള്ള ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ അതിൽ അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരസ്യമായും രഹസ്യമായുള്ള പ്രതികരണത്തിലേക്കും ഇത്തരത്തിലുള്ള ലേഖനങ്ങളിലൂടെയും പരാമർശങ്ങളിലൂടെയും വ്യക്തമാകുന്നത്, അല്ലേ? KP കഴിഞ്ഞ ദിവസം ചേർന്ന, അതായത് കഴിഞ്ഞ EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞ് TP രാമകൃഷ്ണൻ LDF കൺവീനറായി ചുമതലയേറ്റ് ആദ്യം ചേർന്ന LDF യോഗത്തിൽ തന്നെ പ്രധാനമായും ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം, കൂടെയുള്ള ഒരു നിയമസഭാ സാമാജികൻ തന്നെ ഇത്രമാത്രം പോലീസിനെതിരെ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ ആ തൽസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ആ തൽസ്ഥാനത്ത് തുടർന്നു കൊണ്ടുപോകുന്നത് ഒരു ഇടതുപക്ഷ നയത്തിന് ഭൂഷണമായ കാര്യമല്ല എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ചില ഘടകകക്ഷികൾ തീരുമാനമെടുത്തത്. ഏറ്റവും പ്രധാനമായും CPI എടുത്ത നിലപാട് തന്നെയാണ്. CPI പറഞ്ഞത് അജിത് കുമാറിനെ മാറ്റി നിർത്തിയ ഒരു സുതാര്യമായ അന്വേഷണം വേണം. കാരണം അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് CPI തന്നെ എന്ന് പറയാം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അവർ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് അവരാണ്. കാരണം തൃശൂർ ജില്ലയിൽ അവർ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ, കേരളത്തിൽ മത്സരിക്കുന്ന 4 സീറ്റുകളിൽ അവർ വിജയപ്രതീക്ഷ വച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ. അപ്പോൾ ആ തരത്തിൽ വലിയ തിരിച്ചടി CPIക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. CPIയുടെ ജില്ലാ ഘടകത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ചേർന്ന എല്ലാ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന
കൗൺസിൽ യോഗങ്ങളിലും എല്ലാം തന്നെ ഈ വിഷയം ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടതാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടം മുതൽ അവിടെ മുൻ മന്ത്രിയും സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ K രാജൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവരെല്ലാം തന്നെ MR അജിത്കുമാറിനെ മാറ്റി നിർത്തണമെന്ന നിലപാട് ശക്തമായി എടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ RJD-യും അതായത് LDF-ലെ രണ്ടാമത് മറ്റൊരു ഘടകകക്ഷിയായ RJD-യും MR അജിത്കുമാറിനെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് പോലും തയ്യാറായിരുന്നില്ല. പക്ഷെ വിജിലൻസ് അന്വേഷണം കൂടി MR അജിത്കുമാറിന് എതിരെ വന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും പക്ഷെ മുഖ്യമന്ത്രിയോ CPM-ഓ അതിന് തയ്യാറായില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ CPI ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയില്ല. കഴിഞ്ഞ ദിവസം പ്രകാശ് ബാബു ലേഖനം എഴുതിയിരുന്നു. അത് എഡിറ്റോറിയലായി തന്നെ CPI-യുടെ മുഖപത്രത്തിനകത്ത് ജനയുഗത്തിനകത്ത് ലേഖനം എഴുതിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കോളമായി ഒരു ലേഖനം അതിലേക്ക് വരുന്നത്. അത് വളരെ പരിഹാസത്തോടെയും വളരെ വിമർശനത്തോടും കൂടി MR അജിത്കുമാറിനെതിരെ വീണ്ടും ലേഖനം എഴുതി എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. KP യെസ്, ഏതായാലും CPI തങ്ങളുടെ വിമർശനം പല രീതിയിൽ തുടരുകയാണ്. CPM നേതൃത്വത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, അവരുടെ നിലപാടുകൾക്കെതിരെയുള്ള വിമർശനം പ്രതിഷേധസുരമായി തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഖിൽ പാലോട്ടുമഠമാണ് വിശദാംശങ്ങൾ നൽകിയത്.